ജലവിതരണ പൈപ്പ് സ്ഥാപിക്കുന്നതിനായി പൊളിച്ച റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തി ടാറിംഗ് നടത്താത്തതിനാൽ ജനം ദുരിതത്തിൽ. മറ്റത്തൂർ പഞ്ചായത്ത് 15-ാം വാർഡ് ഓവുങ്ങൽ അന്നാംപാടം ലിഫ്റ്റ് ഇറിഗേഷൻ റോഡിലാണ് ഈ ദുരവസ്ഥ. 3 മാസം മുൻപ് ജൽജീവൻ മിഷൻ കുടിവെള്ള പൈപ്പിടാൻ കുഴിയെടുത്തതോടെയാണ് മറ്റത്തൂർ പഞ്ചായത്ത് 15-ാം വാർഡ് ഓവുങ്ങലിൽ നിന്ന് അന്നാംപാടം ലിഫ്റ്റ് ഇറിഗേഷനിലേക്കുള്ള റോഡ് തകർന്നത്. പൈപ്പിടാൻ ചാല് കീറിയത് മണ്ണിട്ട് മൂടിയെങ്കിലും മഴയായതോടെ ഈ ഭാഗത്ത് മണ്ണൊലിച്ചു പോയതാണ് ദുരിതത്തിന് കാരണം. പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ ഏതാനും വാർഡുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനാണ് അന്നംപാടം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിൽ നിന്ന് പൈപ്പിടൽ നടപടികൾ പൂർത്തിയാക്കിയത്. എന്നാൽ പൈപ്പിട്ട് പോയതല്ലാതെ പിന്നീട് വാട്ടർ അതോറിറ്റി അധികൃതർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. കുഴിക്കാൻ കാണിച്ച ആവേശം കുഴിയടച്ച് ടാർ ചെയ്യുന്നതിന് ഉണ്ടായില്ല. ഒരു ഓട്ടോ വിളിച്ചാൽ പോലും വരാത്ത സാഹചര്യമാണെന്നും വെള്ളം കെട്ടിനിന്ന് ചെളിക്കുളമായ റോഡിലൂടെ കാൽനട യാത്ര പോലും അസാധ്യമാണെന്നും നാട്ടുകാർ പറയുന്നു. ഈ റോഡിന്റെ ഇരുവശത്തും താമസിക്കുന്ന കുടുംബങ്ങൾക്ക് യാത്രാ ദുരിതത്തിനൊപ്പം മതിലുകളിലേക്ക് ചെളി തെറിച്ച് വൃത്തികേടാകുന്നതും ദുരിതമായി. റോഡ് റീടാർ ചെയ്യുന്നതിന് നടപടികൾ ആരംഭിച്ചതായും വാട്ടർ അതോറിറ്റിയുടെ വീഴ്ചയാണ് റോഡിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയതെന്നും വാർഡ് മെമ്പർ ഷീജ അജിത്ത് പറഞ്ഞു. പൊളിക്കുന്ന ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ നടത്തുമെന്ന് വാട്ടർ അതോറിറ്റി ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും പാലിച്ചില്ലെന്നും വാർഡ് മെമ്പർ കുറ്റപ്പെടുത്തി. താൽക്കാലികമായി ക്വാറി വേസ്റ്റ് നിരത്തിയെങ്കിലും റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. മറ്റത്തൂർ പഞ്ചായത്ത് 15-ാം വാർഡ് ഓവുങ്ങലിൽ നിന്ന് അന്നാംപാടം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിലേക്കുള്ള റോഡിന്റെ പരിതാപകരമായ അവസ്ഥയാണിത്. 3 മാസം മുൻപ് കുടിവെള്ള പദ്ധതിക്കായും ഈ പഞ്ചായത്തിലെ മറ്റു വാർഡുകളിലേക്കുള്ള കുടിവെള്ള വിതരണത്തിനായി കുടിവെള്ള പദ്ധതിക്കായി പൊളിച്ച ഈ റോഡ് മാസങ്ങൾ പിന്നിടുമ്പോഴും ഇപ്പോൾ അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ മഴ പെയ്തതോടെ കാൽനട യാത്ര പോലും അസാധ്യമായിരിക്കുകയാണ്. ഏതായാലും ഈ മഴക്കാലത്ത് ഇതിലൂടെ സഞ്ചാരയോഗ്യമായ രീതിയിൽ റോഡിനെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് നാട്ടുകാരടക്കം ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.